നോർത്ത് അമേരിക്കയിലൂടെയുള്ള ഒരു വലിയ യാത്രയിലാണ് നമ്മളിപ്പോൾ. കാനഡയിലെ ആൽബർട്ട, സസ്കാച്ചുവൻ, മാനിറ്റോബ പ്രവിശ്യകളിലൂടെ ഇപ്പോൾ 3000 കിലോമീറ്ററിന് മുകളിൽ പിന്നിട്ട് നമ്മളിപ്പോൾ ഒണ്ടാരിയോയിലെ സൗത്ത് ബേമൗത്ത് എന്ന സ്ഥലത്ത് നമ്മളുടെ വാഹനവുമായി വന്നെത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ലേക്ക് ഹ്യൂറോണിലൂടെ ടോബർമോറി എന്ന സ്ഥലം വരെ ഒരു ഫെറി ഷിപ്പിൽ യാത്ര ചെയ്ത് അവിടുന്ന് വീണ്ടും കാറിൽ നമ്മളുടെ യാത്ര തുടരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെടുത്തിരിക്കുന്ന ടിക്കറ്റൊക്കെ അവിടുത്തെ കൗണ്ടറിൽ കാണിച്ച് വെരിഫൈ ചെയ്തു. ഞങ്ങളുടെ വണ്ടി ഷിപ്പിലേക്ക് കയറ്റുന്ന ആ ഫെറി ടെർമിനലിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു. ഷിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. ഫെറി ഷിപ്പിലേക്ക് കയറുന്ന ആ ഭാഗത്ത് വാഹനങ്ങളൊക്കെ വരി വരിയായിട്ട് കിടക്കുന്നുണ്ട്. ഏതാണ്ട് 40ഓളം വാഹനങ്ങൾ ഷിപ്പ് വന്നാൽ ഉടനെ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഈ ടെർമിനലിൽ കിടപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം പുറത്തിറങ്ങി ആ ബേയുടെ തീരത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഉച്ച കഴിഞ്ഞ് 3 മണി സമയമായിരുന്നെങ്കിലും സമ്മറിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ സമയത്ത് നല്ല വെയിലാണ്. അതുകൊണ്ട് വീണ്ടും കാറിൽ കയറി എ സിയുടെ തണുപ്പൊക്കെ കൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ഫെറി ഷിപ്പ് പതിയെ ടെർമിനലിലേക്ക് എത്തിച്ചേർന്നു. സാമാന്യം വലിയൊരു ഫെറി ഷിപ്പാണിത്. 3 നിലകളിലായിട്ട് അതിൻ്റെ തട്ടുകളൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം. സാധാരണയായിട്ട് മെയ് മാസം മുതൽ ഒക്ടോബർ പകുതി വരെ മാത്രമേ ഈ ഫെറി പ്രവർത്തിക്കാറുള്ളൂ. ഇവിടുത്തെ അതികഠിനമായ മഞ്ഞുകാലത്ത് ഫെറി സർവീസ് നടത്തുന്നത് നടപടിയാകില്ലാത്തതുകൊണ്ട് ഈ സർവീസ് വർഷം മുഴുവൻ ഉണ്ടാകില്ല. ചിമയൂൻ എന്ന ഫെറി ഷിപ്പാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ടോബർമോറിയിൽ നിന്നും സൗത്ത് ബേമൗത്തിലേക്ക് വന്ന ആളുകളും വാഹനങ്ങളുമൊക്കെ ഫെറിയിൽ നിന്നും വരി വരിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ എല്ലാ വണ്ടികളും പോയി കഴിഞ്ഞപ്പം ഇവിടുന്ന് ടോബർമോറിയിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ കയറ്റി തുടങ്ങി. ഒരു ഫെറി ഷിപ്പിലേക്ക് വാഹനം ഓടിച്ച് കയറ്റി അതിൽ വണ്ടി പാർക്ക് ചെയ്ത് ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യം കിട്ടുന്നത് ഇവിടെ ഈ യാത്രയിലാണ്. വണ്ടി ഷിപ്പിനകത്തേക്ക് കയറുമ്പോൾ ഒതുക്കി പാർക്ക് ചെയ്യേണ്ടതിനുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. വിശാലമായ ആ ഫെറിയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഡെക്കിൽ കാർ പാർക്ക് ചെയ്തു. ഈ സൗത്ത് ബേമൗത്ത് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മാനിറ്റോളിൻ എന്ന ഒരു ഐലൻഡിലാണ്. അത് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമാവും. ഈ ഐലൻഡിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെ ഇതേ ലേക്ക് ഹ്യൂറോണിലേക്ക് നീണ്ടു കിടക്കുന്ന ബ്രൂസ് പെനിൻസുലയിലെ ടോബർമോറി എന്ന സ്ഥലത്തെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ സർവീസ് ഉള്ളത്. ഈ 40 കിലോമീറ്റർ കവർ ചെയ്യാൻ ഏകദേശം 1.25 മുതൽ 2 മണിക്കൂർ വരെ സമയമെടുക്കാറുണ്ട്. കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഷിപ്പിൻ്റെ മുകളിലെ ഡെക്കിലേക്ക് കയറി. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാറിനുള്ളിൽ തന്നെ ഇരിക്കേണ്ടതില്ല. നമുക്ക് മുകളിലേക്ക് എന്നിട്ട് മനോഹരമായ ഈ തടാകത്തിലൂടെയുള്ള യാത്ര, ഈ ലേക്കിലെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞ് യാത്ര ചെയ്യാം. അതിൻ്റെ ഏറ്റവും മുകളിലെ ഡെക്കിൽ നിന്നുള്ള വ്യൂ വളരെ വളരെ അമേസിംഗ് ആണ്. അധികം താമസിക്കാതെ തന്നെ ഷിപ്പ് അങ്ങനെ സൗത്ത് ബേമൗത്തിനോട് യാത്ര പറഞ്ഞ് ആ തീരം വിട്ടു. ഇത്രയും വലിയ ഒരു ഫെറി ഷിപ്പിൽ എൻ്റെ പിതാവും ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാരണം എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നറിയാതെ പിതാവ് ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. തന്നെയുമല്ല, ഈ സൗത്ത് ബേമൗത്തിൻ്റെ തീരം അതിമനോഹരമാണ്. അതും നല്ല ഉയരത്തിൽ ഒരു ഫെറി ഷിപ്പിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പം അത് കൂടുതൽ മനോഹരമായിട്ട് തോന്നും. ഷിപ്പ് അങ്ങനെ സാവധാനം മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മൾ നോക്കി നിന്ന കാഴ്ചകളെല്ലാം പതിയെ പിന്നിലേക്ക് നീങ്ങി പോകുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മൾ കരഭാഗത്ത് നിന്ന് അങ്ങ് ദൂരേക്ക് ലേക്കിൻ്റെ ആ ഒരു ശാന്തതയിലൂടെ അടുത്ത കര ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ചുറ്റും വെള്ളം മാത്രം. ആ നേരത്ത് നല്ല വെയിലുള്ളപ്പോൾ അടിക്കുന്ന തണുത്ത കാറ്റും പതുക്കെ മാഞ്ഞു പോകുന്ന കരയുടെ ആ ഒരു കാഴ്ചയും കൂടെ ആകുമ്പം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. വലിയ തോണി എന്നർത്ഥം വരുന്ന ചിമയൂൺ എന്ന ഈ ഫെറി ഷിപ്പിനിട്ടിരിക്കുന്ന പേര് ഒജിബ്വെ എന്ന ഭാഷയിൽ നിന്നുള്ളതാണ്. 1930കളിലാണ് ഈ പാതയിലെ ടൂറിസ്റ്റുകളെയും ചരക്ക് നീക്കത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട്
സ്ഥിരമായ ഫെറി സർവീസുകൾ ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വേറെ കുറേ ഫെറി ഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 1974 ഇന്നത്തെ ഈ ചി ചിമായൂൺ ഫെറി ഷിപ്പ് രംഗപ്രവേശനം ചെയ്യുന്നത്. അതോടെ യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ഓൺ സീസൺ ഓഫ് സീസൺ സമയങ്ങളനുസരിച്ച് സർവീസുകളുടെ എണ്ണത്തിൽ ഇവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിലും പീക്ക് ടൈമിൽ ദിവസം 3 സർവീസുകൾ വീതം ഇരുവശത്തേക്കും ഉണ്ടാകും. എനിക്കറിയാൻ കഴിഞ്ഞ വിവരങ്ങളനുസരിച്ച് 111 മീറ്റർ നീളമുള്ള ഈ ഫെറി ഷിപ്പിൽ ഒരു ട്രിപ്പിന് 140 കാറുകൾ വരെ കയറ്റിക്കൊണ്ടു പോകാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ ബസ്സുകളും ട്രക്കുകളും വരെ ഉൾക്കൊള്ളിക്കാൻ ഈ ഫെറി ഷിപ്പിന് കപ്പാസിറ്റി ഉണ്ട്. 638 യാത്രക്കാരെ വരെ ഒരു ട്രിപ്പിൽ കൊണ്ടുപോകാൻ കഴിയും. ഷിപ്പിന് ചുറ്റും വെള്ളം മാത്രമല്ലാതെ മറ്റൊന്നും കാണാനില്ലാതെ വന്നപ്പം ഞങ്ങൾ ഷിപ്പിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കയറി. അകത്ത് വിശാലമായ ഇൻഡോർ ഇരിപ്പിടങ്ങളൊക്കെയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കഫറ്റീരിയയും സമ്മാനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പും കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങി ഞങ്ങളും അവിടെ ഒരു വിൻഡോ സൈഡിലിരുന്നു. ഞാനൊരു ചെറിയ ബിയറൊക്കെ രുചിച്ചുകൊണ്ട് കരിനീല കളറിൽ ശാന്തമായി കിടക്കുന്ന ലേക്കിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു. അതൊരു മെഡിറ്റേഷനാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങിങ്ങായിട്ട് കരഭാഗങ്ങളൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ ഒരു ലൈറ്റ് ഹൗസൊക്കെ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയൊക്കെ കണ്ടു. ചില ഭാഗത്ത് മരങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ചില തുരുത്തുകളൊക്കെ കാണാൻ കഴിഞ്ഞു. ലേക്കിലൂടെ ടൂറിസ്റ്റുകളുമായിട്ട് പോകുന്ന പുതിയ ശൈലിയിൽ നിർമ്മിച്ച ചില ബോട്ടുകൾ കണ്ടു. നമ്മൾ ടോബർമോറിയിലേക്ക് അടുക്കുകയാണ്. ഈ GTA പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളും സന്ദർശിച്ചിരിക്കാൻ സാധ്യതയുള്ള കാനഡയിലെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ടോബർമോറി. നമ്മളുടെ വിജയ് അഭിനയിച്ച യൂത്ത് എന്ന സിനിമയിലെ സക്കര നിലവേ എന്ന പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. എനിക്ക് വേണമെങ്കിൽ ഈ ഫെറി ഷിപ്പൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സഡ്ബറി വഴി ബൈ റോഡ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ലണ്ടൻ ഒണ്ടാരിയോയിലെ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് എത്താമായിരുന്നു. പക്ഷേ അതിനേക്കാൾ എന്തുകൊണ്ടും ഈ ഫെറി വഴി അവിടേക്ക് എത്താൻ പ്ലാൻ ചെയ്ത ഒരു മികച്ച തീരുമാനമായിട്ട് ഈ ഷിപ്പ് യാത്ര അവസാനിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിരുന്നു. കാരണം ഒരു കാറും കയറ്റി ഞങ്ങൾ 3 പേർക്കും കുട്ടിക്കും സൗത്ത് ബേമൗത്തിൽ നിന്നും ടോബർമോറിയിലേക്ക് മനോഹരമായി ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഗംഭീരമായി ഈ ഫെറി ഷിപ്പ് യാത്ര നടത്താൻ ആകെ ചിലവായത് $100. റോഡ് വഴി വളഞ്ഞു ചുറ്റിപ്പോയാലും അത്ര തന്നെ ചിലവ് വരും. തന്നെയുമല്ല ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയില്ല. ഞാൻ ഈ ഫെറി യാത്രയ്ക്ക് 1 മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഓൺലൈനിൽ ഇവരുടെ വെബ്സൈറ്റ് വഴി ടിക്കറ്റൊക്കെ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. ടെർമിനലിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കിയാൽ ചിലപ്പം സീസൺ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ കയറ്റി പോകാൻ കഴിഞ്ഞൊന്നും വരില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവഴി യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടൊന്ന് പരീക്ഷിക്കാം. ദിസ് ഈസ് ഹൈലി റെക്കമെൻഡഡ്. അങ്ങനെ ഷിപ്പിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ടോബർമോറി പട്ടണമൊക്കെ പിന്നിട്ട് ലണ്ടൻ നഗരം ലക്ഷ്യമാക്കി മുമ്പോട്ട് നീങ്ങി. UK ലണ്ടൻ അല്ല കേട്ടോ, ഇവിടെ കാനഡയിലും ഒരു ലണ്ടനുണ്ട്. ടോബർമോറിയിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. രാത്രി ഒരു 9 മണിയോടെ ഞങ്ങൾ ലണ്ടനിലെത്തി. അന്ന് മുൻകൂട്ടി അറിയിച്ച പ്രകാരം എൻ്റെ കസിൻ്റെ വീട്ടിൽ തങ്ങി. അദ്ദേഹം പക്ഷേ അന്ന് അവിടെ ഇല്ലായിരുന്നു. അവിടുന്ന് കുറേ ദൂരെ പീലി ഐലൻഡിൽ അദ്ദേഹത്തിന് മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. അദ്ദേഹം നടത്തുന്ന ടൂറിസം ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ പീലി ഐലൻഡിനാണുള്ളത്. നാളെ അവിടേക്ക് പോകാനാണ് ഞങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഈ പീലി ഐലൻഡിൽ ഞാൻ മുമ്പൊരിക്കലൊരു വിൻ്ററിൽ പോയിട്ടുണ്ട്. വിൻസറിൽ നിന്നൊരു സെസ്ന വിമാനത്തിൽ അവിടെ ചെന്നിറങ്ങിയതും ഐസ് കോറൽസ് കണ്ടതും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയുടെ ആ വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണ പക്ഷെ നമ്മൾ അവിടേക്ക് എത്തുന്നത് സമ്മറിലാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ലണ്ടനിൽ നിന്നും ഡ്രൈവ് ചെയ്ത് ലെമിങ്ടൺ എന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് പീലി ഐലൻഡർ എന്ന മറ്റൊരു ഫെറി ഷിപ്പിൽ വേണം നമുക്ക് പീലി ഐലൻഡിലേക്ക് എത്താൻ. ഇതും നമ്മൾ ഇന്നലെ വന്ന ചി ചിമായൂൺ ഫെറി ഷിപ്പും എല്ലാം ഓവൻ സൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതും വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരം ഫെറി ഷിപ്പാണ്. അങ്ങനെ കാറൊക്കെ ഷിപ്പിൽ കയറ്റി ഈറി തടാകത്തിലൂടെ അമേരിക്കയുടെ ഒഹായോ സ്റ്റേറ്റിനോട് അതിര് പങ്കിടുന്ന കാനഡയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജനവാസ പ്രദേശത്തേക്കുള്ള ആ യാത്ര ആരംഭിച്ചു.
ലെമിങ്ടണിൽ നിന്ന് 1.5 മണിക്കൂർ ഫെറിയിൽ യാത്ര ചെയ്ത് വേണം നമുക്ക് പീലി ഐലൻഡിലേക്ക് എത്താൻ. വിശദമായ ഒരു ഫെറി ഷിപ്പ് യാത്ര കാണിച്ചതുകൊണ്ട് വീണ്ടും അതുതന്നെ ഞാൻ കാണിക്കുന്നില്ല. ഞങ്ങളങ്ങനെ പീലി ഐലൻഡിലെത്തി. 2 ദിവസം ഈ ഐലൻഡിൽ താമസിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കസിൻ സനു അഗസ്റ്റിൻ ഇവിടെ ടൂറിസം സംബന്ധമായ ബിസിനസ്സാണ് നടത്തുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ഇവിടെ സ്വന്തമായിട്ട് ഒരു ബീച്ച് ഫ്രണ്ട് ഏരിയയൊക്കെ ഉണ്ട്. അവിടെ ജെറ്റ് സ്കീ, കയാക്ക്, ഫിഷിങ്, ATV റൈഡ്, സൈക്ലിംഗ് തുടങ്ങിയ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റികൾ അദ്ദേഹം ഇവിടെ നടത്തുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 2 ദിവസവും ഞങ്ങൾ ഈ പറയുന്ന എല്ലാവിധ ആക്ടിവിറ്റികളിലും സജീവമായിരിക്കുന്നതിൻ്റെ തിരക്കുകളിലായിരുന്നു. അവിടെ സ്റ്റേ ചെയ്ത് ഈ ആക്ടിവിറ്റികളെല്ലാം ചെയ്യാൻ വരുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. അവരെയെല്ലാം ഹോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവിടെ കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. 10,000 ഏക്കറിന് മുകളിൽ ഏരിയ ഉള്ള ആ ഒരു ഐലൻഡിൽ ഒരുപാട് നല്ല കാഴ്ചകളുമുണ്ട്. വിൻ്ററിൽ വന്ന സമയത്ത് ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോയിരുന്നു. അന്ന് പക്ഷേ അധികം ആൾക്കാരെ ഒന്നും പുറത്ത് കണ്ടില്ലെങ്കിലും സമ്മറിൽ ഇവിടെ നല്ല സജീവമാണ്. ഒരുപാട് ആൾക്കാരെ പുറത്ത് കാണാനുണ്ടായിരുന്നു. അധികവും ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരാണ്. ഈ ഈറിത്തടാകം ഒരു ശുദ്ധജല തടാകം ആയതുകൊണ്ട് ഈ കടലിലൊക്കെ ഉപ്പുവെള്ളത്തിൽ കിടക്കുമ്പോൾ ദേഹത്ത് അതിൻ്റെ സോൾട്ടിനെസ് വരുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ എത്ര നേരം വെള്ളത്തിൽ കിടന്നാലും ഉണ്ടാവില്ല. തന്നെയുള്ള സ്വിമ്മിംഗ് പൂളിലേതുപോലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ ഒരു അതിപ്രസരവുമില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഭാഗത്ത് സാൻഡി ബീച്ചാണ്. വെള്ളത്തിലേക്ക് കുറേ ദൂരം നടന്നിറങ്ങി പോയിട്ടുണ്ടെങ്കിലും തീരെ ആഴവുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം അവിടെ വെള്ളത്തിലായിരുന്നു. സമ്മർ സമയം ആയതുകൊണ്ടും വെള്ളത്തിന് തണുപ്പ് തീരെ ഇല്ലാതിരുന്നതുകൊണ്ടും കുറേ നാൾ കൂടി ഇവിടെ വന്ന ശേഷമാണ് നല്ല രീതിയിൽ കുറേ നേരം നീന്താനൊക്കെ പറ്റിയത്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. എൻ്റെ മകൻ സ്റ്റീഫൻ്റെ 1ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചതും ഈ യാത്രക്കിടയിൽ ഈ പീലി ഐലൻഡിൽ വെച്ച് തന്നെയാണ്. അടുത്ത ദിവസം നമ്മൾ ഈ പീലി ഐലൻഡിനോട് യാത്ര പറയും. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ പിതാവ് നാട്ടിലേക്ക് മടങ്ങും. അതിനു മുമ്പ് പ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ ഉൾപ്പെടെ ഈ ഭാഗങ്ങളിൽ കാണാനുള്ള പരമാവധി കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലെ എപ്പിസോഡുകളിലൂടെ കൂടുതൽ മനോഹരമായ ഒരുപാട് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്.